ആദിത്യ ബിർള ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വാർത്തയായിരുന്നു. കമ്പനി ഒരു ധനസമാഹരണത്തിന് ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് വഴി 200 കോടി രൂപ സമാഹരിക്കാനാണ് ആദിത്യ ബിർള ക്യാപിറ്റൽസ് നിലവിൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നൊരു വാർത്തയാണ് ലഭ്യമായിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിൽ ഏകദേശം ഒരു 253 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ആദിത്യ ബിർള ക്യാപിറ്റൽസിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദിത്യ ബിർള ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എക്സ്പേർട്സിനെയും മറ്റൊക്കെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഈ ഒരു സ്റ്റോക്കിൽ ലാസ്റ്റ് ഡേ അപ്പ് വോളിയം ലാസ്റ്റ് 10 ഡേയ്സിലുണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. അതൊരു മൊമെൻറ്റം ക്യാൻഡിൽ റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ 241 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ഈ ഒരു സ്റ്റോക്കിൽ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോപ്പർ റീടെസ്റ്റ് ആണ് ആ ഒരു സോണിൽ നിന്ന് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാനൽ, അതായത് ലാസ്റ്റ് ഒരു സ്ട്രോങ് മൊമെൻറ്റം ക്യാനലിന് ശേഷം ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാനൽ ലഭിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു മൊമെൻറ്റം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റേറ്റ് എല്ലാം നമുക്ക് ഗുഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നമുക്ക് ഗുഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ക്ലോസിങ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായി കൺസിഡർ ചെയ്യാവുന്നതാണ്.